fashion this king was captured. நீங்கள் எத்தனையோ விதமான வியாதிகளை மேற்கொண்டிருக்கிறீர்கள். എത്രയോ രോഗങ്ങളെ നിങ്ങൾ തരണം ചെയ്തു വന്നവരാണ്. You encountered different diseases. எத்தனையோ ஆபரேஷன் செய்ய வேண்டிய வியாதியும் നീ ഓപ്പറേഷൻ ചെയ്യാമെ ജപിച്ച് നീ വിടുതലയെ പെറ്റ നാൾക്കൾ ഉണ്ട്. ഓപ്പറേഷൻ ആവശ്യമായിരുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾ പോലും അതൊന്നുമില്ലാതെ പ്രാർത്ഥനയാൽ നീ അതിനെ ജയിച്ച നാളുകൾ നിനക്കില്ലേ? Many sicknesses which demanded operation by prayer you overcame everything. ഇപ്പോഴൊരു ചിന്ന കഷ്ടത്തിക്ക് മുന്നാകെ നീ വിശ്വാസത്തിലെ നീ അടിമപ്പെട്ട് കാണപ്പെടുക. എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ കഷ്ടത്തിന് മുൻപിൽ നീ വിശ്വാസത്തിൽ പതറി അടിമപ്പെട്ടു പോയില്ലേ? Now on the face of a small trial he became fairy. നീ ഉനക്കുള്ള നീ சொல்லுகிறாய் ഞാൻ ഒരു കാലത്തിൽ വിശ്വാസ വീരനാക പ്രബലനാക ഞാൻ കാണപ്പെട്ടേൻ. നീ നിന്റെ ഉള്ളിൽ തന്നെ പറയാറില്ലേ, ഒരു കാലത്ത് ഞാൻ വിശ്വാസത്തിൽ എത്ര ശക്തനും വീരനുമായിരുന്നു. You are soliloquying in the times I was a mighty warrior in faith. ഇപ്പോ ഒരു സോൾജർക്ക് മുന്നാലെ സിദക്കിയ രാജ പിടിപെട്ടതുപോലെ, എന്നാൽ ഇവിടെ ഒരൊറ്റപ്പടയാളിയുടെ മുമ്പിൽ സിദക്കിയാവ് പരാജയപ്പെട്ടതുപോലെ, by a single soldier as the king was captivated, നീ പരാജയപ്പെടുகிறாய். നീയോ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. You are defeated. പാസ്റ്റർ என்ன செய்ய முடியும்? പാസ്റ്റർ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? Pastor, what's the remedy? പിള്ളകൾ இப்படி செய்தார்கள். ഓ മക്കളാണ് ഇതൊക്കെ ചെയ്യുന്നത്. My children have done so. എന്റെ മരുമക്കൾ இப்படி செய்தார்கள். മരുമക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഇത് ചെയ്തത്. My in-laws did so. என்னோட சூழ்நிலை இப்படி, സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി. My circumstances ஏற்ற வேளையில் ஜெபத்துக்கு வரவில்லை, ஜெபிக்கவில்லை, உதவி செய்யவில்லை. നിങ്ങളും തക്ക സമയത്ത് വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ സഹായിച്ചില്ലല്ലോ. You did not report to at the right time for prayer and help us. சொல்லிக் கொண்டிருக்கிறாய். ഇങ്ങനെ എത്രയോ മുടന്ത ന്യായങ്ങൾ നീ പറഞ്ഞേക്കാം. You are coming with subterfuges. ഇതല്ലവാ ഉன்னுடைய നിലവരം? പക്ഷേ നിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയല്ലേ? Is it the current state? കാരണം എന്നെ കാരണമെന്ത്? Why? ഉന്റെ മഹിമ പോയിവിട്ടത്. നിന്റെ മഹത്വം പോയിപ്പോയതാണ് കാരണം. Alas, you lost your glory. ഉണർന്നു കൊള്ളുങ്ങൾ. ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുവിൻ. Be quickened about this. ഉന്റെ മഹിമ പോയിവിട്ടതിനാൽ, നിന്റെ മഹത്വം നഷ്ടപ്പെട്ടത് കൊണ്ട്, as you lost your glory, മകനുക്കും മരുമകൾക്കും മറ്റുള്ള മക്കൾക്കും എല്ലാത്തുക്കും നീ അടിമപ്പെട്ട് പോകുക. മകന്റെ മരുമകളുടെ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുൻപിൽ നീ അടിമപ്പെടുന്നു. You are succumbing to the direction of even in-laws and other people. കുറ്റം சொல்லுவதில்ல. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. I am not finding fault with anybody. ഞാൻ அந்த സൂழ்நிலைയെ എടുത്ത് കാട്ടുகிறேன். ആ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ. I simply highlight the circumstances. സാക്ഷി എന്ന് சொல்லுவாங்க, நீங்களெல்லாம் വേറെ സെന്ററുകാർ. അതിനുശേഷം പറയുന്ന സാക്ഷി എന്താണ്? നിങ്ങളൊന്നുമല്ല കേട്ടോ, വേറെ എവിടെയൊക്കെയോ ഉള്ളവരാണ്. Then they will testify. മദ്രാസിലുള്ളവங்க சொல்லுவாங்க, ചെന്നൈ എന്ന് പറയാം. People of Chennai would say. ആസ്പത്രി പോയി ഓപ്പറേഷൻ பண்ணி അത് பண்ணி ഇത് பண்ணி കിളിച്ച് എല്ലാം വന്നിട്ട് പറ, കർത്തർക്ക് സ്തോത്രം, എന്റെ ദേവൻ ഇമ്മട്ടും എന്നെ നടത്തിനാർ, எத்தனையோ போராட்டத்தில் என்ன ஜெயிக்க வைத்தார், இப்படியும் ஜெயித்து தந்திருக்கார். எங்க ஜெயம் தந்திருக்கு? கையும் காலும் எல்லாம் கெட்டி போட்டிருக்கு. കയ്യും കാലൊക്കെ போய் சாட்சி. എന്തിനാണ് ഈ കള്ളസാക്ഷി? They go to hospitals, undergo surgery. உன்னுடைய சாட்சியின் ஜீவிய மேகம் எங்கே? നിന്റെ സാക്ഷ്യ ജീവിതമാകുന്ന മേഘം എവിടെ പോയി? Where is the cloud? Your life of testimony gone. தாழ்த்தி கொள்ளுங்க. നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ, വിനയപ്പെടുവിൻ. Humble yourselves. இதுதான் இன்றைக்கு நமது சபையோட நிலவரம். നമ്മുടെ സഭയുടെ ഇന്നത്തെ അവസ്ഥയും ഇത്